ഇടതു സർക്കാരിന്റെ വികസന നയങ്ങളെ പുകഴ്ത്തിയുള്ള തരൂരിന്റെ ലേഖനത്തെ പേര് പറയാതെ വിമർശിക്കുകയാണ് കോൺഗ്രസിന്റെ മുഖപത്രം. വെളുപ്പാൻ കാലം മുതൽ വെള്ളം കോരി സന്ധിക്ക് കലമുടയ്ക്കുന്നത് പരിഹാസ്യമെന്നതാണ് വിമർശനം. നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനത്തെ പുകഴ്ത്തിയതിനും പത്രത്തിൽ വിമർശനമുണ്ട്. എസ് രാഗിനാണ് വിവരങ്ങളുമായി ചേരുന്നത്. രാഗിൻ, വീക്ഷണത്തിൽ ഇതടക്കം എന്തൊക്കെ വിമർശനങ്ങളാണ് തരൂരിനെതിരെ ഉന്നയിക്കുന്നത്? നേരത്തെ ഈ സ്റ്റാർട്ടപ്പുകളുടെ മുന്നേറ്റം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വ്യവസായ രംഗത്ത് കേരളം നേട്ടം കൈവരിക്കുന്നു എന്ന തരത്തിൽ ശശി തരൂർ ചില പ്രസ്താവനകൾ നടത്തിയിരുന്നു. വലിയ വിമർശനം ഇതിനെതിരെ കോൺഗ്രസിനകത്തു നിന്നുണ്ടായി. പ്രവർത്തക സമിതി അംഗം എന്ന് പറയുന്ന സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. ഹൈക്കമാൻഡും അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. ഈ ഘട്ടത്തിലാണ് വീക്ഷണത്തിന്റെ മുഖപ്രസംഗം വന്നിരിക്കുന്നത്. ശശി തരൂരിന്റെ പേര് പറയാതെ കടുത്ത വിമർശനം തന്നെയാണ് അതിൽ ഉന്നയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ ഈ വികസനം സംബന്ധിച്ച് അനാവശ്യ വിവാദം ഉണ്ടാക്കുന്നത് UDFന്റെ സാധ്യതയെ കുരുതി കൊടുക്കുന്നതിന് തുല്യമാണ് എന്നാണ് അതിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ ഏറെ പ്രവർത്തകരുടെ അധ്വാനത്തിന്റെ ഒരു കാര്യമാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ്. ഈ ഘട്ടത്തിൽ കോൺഗ്രസിൽ പ്രത്യേകിച്ചും ഈ ഇടത് സർക്കാരിനെതിരെ ഉള്ള വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ആളിക്കത്തുമ്പോൾ അതിനെ കെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇതിലൂടെ നടക്കുന്നത്. അത് വികലമായ രാഷ്ട്രീയമാണ്. പുകഴ്ത്താൻ വേണ്ടിയിട്ട് ഒന്നും തന്നെയില്ല. മാത്രമല്ല, നേരത്തെ ഉണ്ടായിരുന്ന UDF സർക്കാരുകൾ, അതിൽ പങ്കുവഹിച്ചിരുന്ന വ്യവസായ മന്ത്രിമാർ, ഇവരുടെയൊക്കെ തന്നെ പ്രവർത്തനത്തിന്റെ ഫലമാണ് ഇന്നത്തെ കേരളത്തിന്റെ വ്യവസായ മുന്നേറ്റം. അല്ലാതെ അതിനപ്പുറം ഒരു മേന്മ ഇന്നത്തെ വ്യവസായ മന്ത്രി P. രാജീവിന് ഇല്ല എന്ന് ഈ ലേഖനം പറയുന്നു. അതോടൊപ്പം തന്നെ വലിയ വിമർശനം ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വയ്ക്കുന്നു. ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് AK ആന്റണി കൊണ്ടുവന്ന അതിനെതിരെ ശക്തമായിട്ടുള്ള സമരം നടത്തിയവരാണ് CPM ആണ് കേരളത്തിലെ വ്യവസായ രംഗത്തെ കുരുതി കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അത്തരം വിമർശനങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഇതിന്റെ മുഖപ്രസംഗത്തിന്റെ ഹെഡിങ് തന്നെ ആരാച്ചാർക്ക് അഹിംസ അവാർഡോ എന്നതാണ് ചോദ്യം. ഇതോടൊപ്പം തന്നെ നേരത്തെ ശശി തരൂർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനത്തെ പുകഴ്ത്തി ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ട്രംപിന്റെയും മോദിയുടെയും ചില പ്രസ്താവനകൾ പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതാണ്. വ്യവസായ രംഗത്തടക്കം വലിയ മാറ്റം ഉണ്ടാകും എന്ന തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അത് വ്യക്തിപരമായ നിലപാടാണെന്ന് പറഞ്ഞ് കോൺഗ്രസ് ഹൈക്കമാൻഡ് തള്ളുകയും ചെയ്തിരുന്നു. അതും ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള സന്ദർശനങ്ങളിൽ എന്ത് പ്രതിച്ഛായ രണ്ട് കൂട്ടരുടെയും, ട്രംപിന്റെയും മോദിയുടെയും പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത് മാത്രമാണ്. അപ്പോഴും ഭീകരരെ പോലെ ഇന്ത്യക്കാരെ അവിടെ നിന്ന് കയറ്റിവിട്ടുകൊണ്ടിരിക്കുന്നു. അതിൽ പ്രതികരണമില്ല. അല്ലാതെ പുകഴ്ത്തേണ്ട ഒരു കാര്യവും ഇല്ല എന്നുകൂടി ഈ ലേഖനം പറഞ്ഞു വയ്ക്കുകയാണ്.